വരും ജന്മമുണ്ടെങ്കിലീ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറക്കണം. കാരണം എടക്കര പോസ്റ്റ് ഓഫീസിന്റെ അമ്മ മുഖമാണ് ഞങ്ങളുടെ വനച്ചേച്ചി. ഏറ്റവും ആദർശത്തോട് കൂടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് കൊണ്ടുപോകാൻ 100%, 110% ഞങ്ങളുടെ അമ്മ തന്നെയാണ് വനച്ചേച്ചി. എല്ലാ പരിപാടികളും നമ്മുടെ പോസ്റ്റ് ഓഫീസിലാണ് വെച്ച് നടത്തിയിട്ടുള്ളത്. ഇപ്രാവശ്യം നമ്മൾക്ക് ചെയറിന്റെ ദൗർലഭ്യം, അതായത് രാഷ്ട്രീയത്തിന്റെ ഇലക്ഷന്റെ സമയമാകുമ്പോൾ ചെയർ കിട്ടാത്തതിനാലാണ് നമ്മൾ ഈ പരിപാടി ഇന്ന് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യവും അറേഡ് നമ്മുടെ പാർട്ടികൾ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ വെച്ച് തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ ചെയറിനെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർക്ക് ഇന്ന് അവിടെ ഒരു കർഷക ഇതിന്റെ പരിപാടി ഇല്ല. അത് കാരണമാണ് ഇങ്ങോട്ട് നമ്മൾ ഈ പരിപാടി അറേഞ്ച് ചെയ്തത്. ഉറപ്പൊക്കെ ചേച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവര് ഏകദേശം 46 വർഷക്കാരാണ്. തപാൽ വകുപ്പ് കത്തിലും കമ്പിയിലും ഓൺലൈനിലും ആയിക്കൊണ്ടിരിക്കുന്ന 2 സാഹചര്യത്തെയും തരണം ചെയ്ത് യാതൊരു കംപ്ലൈന്റുകളും കൂടാണ്ട് അവരുടെ 46 വർഷക്കാലം വളരെ സുന്ദരമായി തന്നെ അവർ സേവനം ചെയ്തെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അവരുടെ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് കാര്യങ്ങൾ ആരെപ്പോൾ വന്നു കേട്ടാലും സമയം നോക്കാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ബ്രാഞ്ച് ഓഫീസറാണ്, ഗ്രാമീണ ആളുകൾക്കൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ബ്രാഞ്ച് ഓഫീസർ. അപ്പൊ ഈ ബ്രാഞ്ച് ഓഫീസിൽ എങ്ങനെയാന്ന് വെച്ചാൽ 2 മണി 1.5 മണിക്ക് മെയിൽ വിട്ടാലും അവരെ സംബന്ധിച്ചിട്ട് ഇപ്പൊ പുതിയ AEPS അല്ലെങ്കിൽ IPVP, കർഷകർക്ക് ഇപ്പൊ PMODയുടെ പൈസ, ഈ കാശുകളൊക്കെ തന്നെ 2 മണി കഴിഞ്ഞാലും ചേച്ചി സമയബന്ധിതം നോക്കാതെ എല്ലാവർക്കും ഈ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അപ്പം തന്നെ നമ്മളോട് പറയും ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. അതിങ്ങനെ അത്ര സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു BPM-ആണ് നമ്മൾ. അവരുടെ വർക്കിലും തന്നെ പെർഫെക്ഷനാണ്. ഒരു വർക്കും ഒരു തെറ്റും കൂടാതെ, അതായത് ഡെയിലി ഡേ ടു ഡേ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഡെയിലി അക്കൗണ്ടിന്റെ പിന്നിൽ എന്ത് ചെയ്യുന്നില്ലത് വ്യക്തമായിട്ട് ഓരോ ദിവസവും എഴുതി വിടാറുള്ള നല്ലൊരു വർക്കറാണ് ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് റിട്ടയർമെന്റ് ജീവിതം നല്ല മംഗളകരമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് സ്വാഗതം പറയാനായി മധുമാൻ ക്ഷണിച്ചു. സന്നിധിയായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ എൻ്റെ ചേച്ചി 45 വർഷത്തോളം കാലം തുടർച്ചയായി ഇന്നത്തെ ദിവസം വിശ്രമജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഈ അവസരത്തിൽ ചേച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഓർക്കാൻ മനസ്സിൽ സൂക്ഷിക്കാൻ ഉണ്ട്. ചേച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാം ഒരു വിളക്ക് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ചേച്ചി അത്രയ്ക്ക് എല്ലാ കാര്യങ്ങളിലും ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളെല്ലാം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. ചേച്ചി റിട്ടയർഡ് ആയി പോകുമ്പോൾ ചേച്ചിയെക്കാട് ഞങ്ങൾ സങ്കടം ഒരു പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്റ്റാഫിന് എല്ലാവർക്കും എങ്കിലും ഇതെല്ലാം ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമായ കാര്യമാണല്ലോ. ഇന്നലെ നാളെ സ്റ്റാഫാണെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ ഒരു ദിവസം റിട്ടയർമെന്റിലേക്ക് കടക്കേണ്ടതുണ്ട്. ചേച്ചിക്ക് ഈ അവസരത്തിൽ നമ്മൾക്ക് നമ്മുടെ സ്റ്റാഫ് ചെയ്യാൻ കഴിയില്ല നല്ല രീതിയിൽ യാത്രയായിട്ട് നൽകിക്കൊണ്ട് ചേച്ചിക്ക് വേണ്ട എല്ലാ ചെയ്ത് കൊടുക്കാനും മാത്രമാണ്.
അത് ഇന്നത്തെ ദിവസം ചേച്ചിക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഈ ചേച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഫംഗ്ഷൻ തന്നെ നമുക്കിവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുടർന്നുള്ള ചേച്ചിയുടെ ജീവിതവും എല്ലാവിധ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം വിശ്വജീവിതം ഇടാവട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആശംസിക്കുന്നതോടൊപ്പം ഈ വേദിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ അദ്ഭുതമായ കർത്തവ്യം. അതിൻ്റെതായി ഇവിടെ ബഹുമാനപ്പെട്ട ഹോസ്പിറ്റൽ സൂപ്രണ്ട് ശ്രീ രജനി മാഡം ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. മാഡം വളരെ തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതത്തിലും നമ്മളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു പരിപാടിക്ക് വിളിച്ചാലും മുന്നിൽ തന്നെ നേരത്തെ തന്നെ എത്തി നമ്മളോട് വളരെയധികം സഹകരിച്ചൊക്കെ ഒരു മാഡമാണ്. മാത്രമല്ല നേരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ മേഖലയിലുള്ള ഒരു ഓഫീസിലെ ഒരു ജീവനക്കാരെ അറിയാത്ത ആവശ്യമില്ല. കാരണം മാഡം ഇവിടെ സബ് ഡിവിഷനിലെ എസ് പി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് എല്ലാ വ്യക്തികളെയും വ്യക്തിപരമായി തന്നെ അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള നേരത്തെ വേദിയിലേക്ക് ആർദ്രമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മാത്യു സാറ് വന്ന് 2 വർഷം ആയിട്ടുള്ള വന്നതെങ്കിൽ തന്നെ നമ്മുടെ എല്ലാ ജീവനക്കാരോടും ഒരു പ്രത്യേക മമതയും സ്നേഹവും കൽപ്പിച്ചുകൊണ്ട് എല്ലാ ജീവനക്കാരും സ്വന്തം മക്കളെ പോയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സാറിനെ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി വേദി അലങ്കരിക്കുന്നത് നമ്മുടെ ഇടയ്ക്ക് പോസ്റ്റ് മാസ്റ്റർ ശ്രീ രാജമാഷാണ്. മാഷെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വന്ന ശേഷം ഒരു 6-7 എൻറ്റർടൈൻമെന്റ് പരിപാടി എന്നെ ഇവിടെ നടത്തുവാൻ ഇടയുണ്ടാവുകയും എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയോടും ഭംഗിയോടും വെടിപ്പോടും കൂടി ചെയ്യാനും ഒക്കെ ഉള്ളൊരു മനസ്ഥിതി ഉണ്ടാവുകയും എല്ലാ കാര്യങ്ങളും കൂട്ടലിനോട് കൂടി നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി എന്ന് പറഞ്ഞാൽ അനേച്ചേച്ചി തന്നെയാണ്. അനേച്ചേച്ചിയും കുടുംബവും എല്ലാവരും മക്കളും മരുമക്കളും ജ്യേഷ്ഠയും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഏവരെയും ഈ വേദിയിലേക്ക് വളരെ ഊഷ്മളമായി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഈ വേദിയുടെ അധ്യക്ഷൻ ശ്രീ രാജമാഷെ ഈ വേദി നിയന്ത്രിക്കാനായി ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി നമസ്കാരം അർപ്പിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് ഉപഹാര സമർപ്പണമാണ്. നമ്മുടെ സൂപ്രണ്ടന്റ് സാർ ഉപഹാര സമർപ്പണത്തിന് ക്ഷണിച്ചു. നീണ്ട 4.5 വർഷം ഏകദേശം 45 വർഷത്തോളം തപാൽ മേഖലയിൽ സേവനം ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിന്റെ പണിയെടുക്കുകയാണ്. ഈ അവസരത്തിൽ നേരത്തെ സംസാരിച്ചപ്പോൾ അവര് എല്ലാ ടൈപ്പ് ഓഫ് വർക്കിലാണ്. പണ്ടത്തെ നമ്മുടെ കമ്പനി ടെലിഗ്രാഫിന്റെ സമയത്ത് BNP സമയത്ത് പോസ്റ്റലായിരുന്ന സമയത്ത് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അവർ വളരെ ഉത്സവത്തോടെ വളരെ ഭംഗിയായിട്ട് അവരുടെ ജോലി വൃത്തിയായിട്ട് നിർവഹിച്ച ഒരു ചേച്ചിയാണ്. അവരെ സംബന്ധിച്ചോളം എനിക്ക് 2014 മുതലേ അവരറിയാം. അവർ വീട്ടിൽ മുളക് വയ്ക്കുകയായിരുന്നു. പലതവണ അവർ ഓഫീസ് ഇൻസ്പെക്ഷൻ പോയിട്ടുണ്ട്. വർക്കൊക്കെ വളരെ വൃത്തിയാണ്. നിങ്ങളുടെ പബ്ലിക്കായിട്ട് വളരെ നല്ല രീതിയിൽ പെരുമാറി ഡ്യൂട്ടി ചെയ്യുന്ന
വിദ്യാർത്ഥിയാണ്. ചേച്ചിക്ക് എല്ലാവിധ ഭാവങ്ങളും. ചേച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വന്നൊരു ജോയിൻ ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ഏതോ ഒരു പരിപാടിയിൽ കണ്ടുമുട്ടി. അപ്പോൾ ചേച്ചി ആദ്യമായിട്ടാണ് പറഞ്ഞത്, ഞാൻ സാറേ ബിരിയാണി കേട്ടോ, എൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിൽ സാർ എന്താണെങ്കിലും ആ വാക്ക് അന്ന് മുതൽ എൻ്റെ ചെവിയിൽ എന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്കാണ്. അദ്ദേഹം സഹായിച്ചെനിക്ക് എത്തിച്ചേരാൻ പറ്റി. ഇങ്ങനൊരു ഭംഗിയുടെ ഫംഗ്ഷൻ എല്ലാവരെയും അവരുടെ കുടുംബം അവരുടെ മോള് ഓൺലൈനിൽ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിദേശത്ത് നിന്ന് മോള് ഓൺലൈൻ അവരുടെ ഫംഗ്ഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാൽ അവരെ സംബന്ധിച്ചുള്ള മക്കളെല്ലാം വെൽ സെറ്റിൽഡാണ്, ഹാപ്പിയാണ്. അവരുടെ ചിരി തന്നെയാണ് അവരെന്താണെന്ന് നമ്മളോട് പറയുന്നത്. സന്തോഷിച്ചുകൊണ്ടും ചിരിച്ചുകൊണ്ടും എന്തൊരു കഴിഞ്ഞ ഞായറാഴ്ചയാണ് ടൂർ വരെ പോയിട്ടുണ്ട്. ചുണ്ടപ്പല സന്തോഷമോശം അതിനൊരു പാടുന്നതും അതും ഇതൊക്കെ ഞാൻ കുറെ സ്റ്റാറ്റസുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ 65-ാം വയസ്സിലും അവരെത്ര ഒരു മിടുക്കിയാണോ, 16 വയസ്സിന്റെ ഒരു പ്രായത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ പോലെയാണ് അവർ ജീവിക്കുന്നത്. അതുപോലെ തന്നെ സർവേശ്വരനുള്ള ജീവിതം വളരെ സന്തോഷം സമാധാനത്തോടെ ഒന്നും തരത്തിലുള്ള ബന്ധപ്പെടാൻ കാണാം. നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആശംസിച്ചുകൊണ്ട് ഈശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തത് നമുക്ക് ചേച്ചിയുടെ ഡിസ്ചാർജ് ബെനഫിറ്റ് കൊടുക്കുന്നതിനായിട്ട് സബ് ഡിവിഷൻ SP സാറിനെ ക്ഷണിച്ചു. ഇനിയുള്ള ദിവസങ്ങളും ഇന്ത്യയുടെ പത്രമൊഴിച്ച തിങ്കളാഴ്ചയുണ്ട്. വേറെ ഫംഗ്ഷനിലാണ് ഞങ്ങളൊക്കെ ദിവസം. വനഞ്ചേരി പറയുമ്പോൾ ഞാൻ ആദ്യം വനഞ്ചേരിയെ കാണുന്നത് നിലമ്പൂർ വെച്ചിട്ടാണ്. ഒരു മീറ്റിംഗ് എന്താണെന്ന് തോന്നുന്നു. ചേച്ചി വന്നതിൻ്റെ അടുത്ത് ഒരുപാട് സംസാരിച്ചു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പരാതിയാണ് പറഞ്ഞിരുന്നു. അന്നെന്താ ഡിവൈസുള്ള സമയത്ത് നെറ്റ് കിട്ടുന്നില്ല, ബാഗ് ഓപ്പൺ ആകുന്നില്ല, പ്രശ്നമുള്ള സമയത്താണ് ഞാൻ പറഞ്ഞേക്ക് ഒരു ഓഫീസിലോട് വരാം, എന്താണെന്ന് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാനൊക്കെ പറഞ്ഞു. ഇടയ്ക്ക് എന്ത് കംപ്ലൈൻറ്റ് വിളിക്കും. ഓഫീസിലൊക്കെ പോകുമ്പോൾ ചേച്ചി പറയും ഞാനിങ്ങനെ 2024 വരെ ഉള്ളൂ. അപ്പോൾ ഞാൻ വീട്ടുകാരനാണെങ്കിൽ അതിന് മുന്നേ ഞാൻ ജിമ്മക്ക് പോകും. ചേച്ചി ഉറപ്പ് പറഞ്ഞേക്കുവാൻ ഞാൻ എന്തായാലും ചേച്ചി റിട്ടയർമെൻറ്റ് കാണുകൂടാ. ചേച്ചി പറഞ്ഞാലേ സമ്മതിക്കുകയും ചെയ്തു. പിന്നെ 45 വർഷം എന്നൊക്കെ പറഞ്ഞ് വളരെ ലോകമായിട്ടുള്ള പീരീഡാണ്. നമ്മളൊക്കെ പറഞ്ഞിരിക്കുന്നതിന് മുന്നേ ചേച്ചി വളരെ പോസ്റ്റിരിക്കുന്നു. പഠനം ഉണ്ടായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ചേച്ചികളും ചേച്ചിക്കറിയാം. പിന്നെ ഡിവൈസ് വന്നു, പിന്നെ ആൻഡ്രോയിഡ് ഫോണായി. പിന്നെ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഈ ഡിവൈസും ആൻഡ്രോയിഡ് ഫോണൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ചേച്ചിക്ക് എല്ലാം വളരെ കറക്റ്റായിട്ട് വോയിസ്മെന്റ് എല്ലാം ചേച്ചിയുടെ കറക്റ്റായിരിക്കും. ഓഫീസിൽ എക്സ്പെർട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ വർത്തമാനം വന്നിരിക്കാൻ ഞങ്ങളെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ റിട്ടയറായി കഴിഞ്ഞാൽ ഒരുപാട് പേര് റിട്ടയറായ ആൾക്കാർ നമ്മുടെ ഉണ്ട്. എല്ലാ മനുഷ്യരിലും പങ്കെടുക്കുക, ഞങ്ങൾക്ക് നിലനിർത്തുക. എനിക്കിന്നൊരു ഫംഗ്ഷൻ തൊഴിൽ വെച്ചുണ്ടാകുന്നുണ്ട്. ഈ ചെറിയ പണി ചേച്ചിയോട് ചോദിക്കാം, ഇന്ന് വരാതിരുന്നോട്ടെ സ്കൂളിൽ പോയാൽ നോക്കിയേ. അപ്പം ചേച്ചിയുടെ മുഖം എനിക്ക് ഓർമ്മ പോകും. അതോടെ എനിക്ക് ചേച്ചിയെ ആ ധൈര്യം ചോദിക്കുക, എക്സ്ക്യൂസ് ചോദിക്കണം ധൈര്യം എനിക്കുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യത്തിലും നമ്മൾ എന്തായാലും വളരെ എപ്പോഴും സന്തോഷത്തോടെ കണ്ടിട്ടുള്ള ചേച്ചി. റിട്ടയറായ ശേഷം ഞങ്ങളുടെ നല്ലൊരു സന്തോഷകരമായിട്ടുള്ള അടുത്തായിട്ട് നമുക്ക് ഉപഹാര സമർപ്പണം BOSOന്റെ വഴിയായിട്ട് ശിവം P. അതെ
ഗിഫ്റ്റ് കൊടുക്കുന്നതിനായിട്ട് BOSO സ്റ്റാഫിനെയാണ് ക്ഷണിച്ചുകൊണ്ട് BPM-മാരും അതുപോലെ SOയുടെ സ്റ്റാഫുകളുമാർ പ്രിയ കൂത്തട BPM, കാരപ്പുറം BPM, മുണ്ട BPM, മധുമാഷ് ഉടപ്പുറത്തെ BPM ശശിയേട്ടൻ, അടുത്തായിട്ട് ഒരു ഗിഫ്റ്റ് കൂടിയുണ്ട്. അതിനായിട്ട് റംല താത്ത, അതുപോലെ ഷംല BPM, അതുല്യ അശ്മ. ഇതിന് ഗിഫ്റ്റ് ചില ആളുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചേച്ചിനോട് വലിയ സ്നേഹമുണ്ട്. അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാനുള്ളവരൊക്കെ വന്നിട്ട് ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളവരൊക്കെ കൊടുക്കാം കേട്ടോ. അവരൊക്കെ എല്ലാവരും വന്ന് കൊടുത്തോളൂ. ചേച്ചി ഇടയ്ക്കര പോസ്റ്റ് ഓഫീസിൽ ഒരു ചങ്കാണ്. ചേച്ചി സന്ദേശം തന്നാണ്.